Hi dears, welcome to Study Chips. Class 7 Maths Chapter 14 Data Pictures വിവര ചിത്രങ്ങൾ പാർട്ട് 2. ഈ 3 പോർഷൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ പാർട്ട് 1 ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 194 രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യങ്ങളാണ് ഇനി ചെയ്യാനുള്ളത്. ഇതിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നതിൻ്റെ കൂടെ മലയാളം മീനിങ്ങും മലയാളം ക്വസ്റ്റ്യൻസ് താഴെ കൊടുക്കുന്നതുമാണ്. Second question, in a class of 40 students, 20 use the school bus, 15 walk to the school and 5 ride bicycles to school. Draw a pie chart showing this. ഒരു ക്ലാസ്സിലെ 40 കുട്ടികളിൽ 20 പേർ സ്കൂൾ ബസ്സിലാണ് വരുന്നത്, 15 പേർ നടന്നും 5 പേർ സൈക്കിളിലും വരുന്നു. ഈ വിവരങ്ങൾ കാണിക്കുന്ന വൃത്തചിത്രം വരക്കുക. ഒരു ക്ലാസ്സിൽ 40 സ്റ്റുഡൻസ് ടോട്ടൽ, അതിൽ 20 പേര് സ്കൂൾ ബസ്സിൽ, 15 പേര് നടന്നിട്ട് 5 പേരെന്താണ് ബൈസിക്കിളിലെ സൈക്കിൾ ഉപയോഗിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ 3 തരത്തിലാണ് കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നത്. അതിൻ്റെ പൈ ചാർട്ട് ഒരു വൃത്തചിത്രം നമ്മൾ ഡ്രോ ചെയ്യണം. അതിനാദ്യം നമുക്ക് ആംഗിൾസ് കിട്ടണം, എന്നാലല്ലേ ഓരോ ആംഗിൾ മെഷർ ചെയ്തിട്ട് വരക്കാൻ കഴിയുകയുള്ളൂ. ടോട്ടൽ സ്റ്റുഡൻസ് 40 ആണ്. അതിൽ എത്രയാണ് 20 കുട്ടികൾ ബസ്സിലാണ് സ്കൂളിലേക്ക് പോകുന്നത് അല്ലേ, 15 കുട്ടികൾ നടന്നിട്ട് വാക്ക് അല്ലേ, 5 കുട്ടികൾ സൈക്കിൾ വഴിയാണ് പോകുന്നത്. അങ്ങനെ ടോട്ടൽ 40 സ്റ്റുഡൻസ് ഉണ്ട്. അതൊരു ബോക്സ് ആയിട്ട് ഞാൻ എഴുതിയെന്നുള്ളൂ. ബസ്സിൽ സ്കൂളിലേക്ക് പോകുന്നവർ 20 കുട്ടികളാണ്. ആ 20 കുട്ടികളുടെ ആംഗിൾ കാണണം അല്ലേ. ഓരോരുത്തരുടെയും ആംഗിൾ കണ്ടിട്ട് നമ്മൾ സർക്കിളിലെ പൈ ചാർട്ടായിട്ട് വൃത്തചിത്രമാക്കിയിട്ട് വരക്കണം. അപ്പോൾ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഫ്രാക്ഷൻ ഇൻറ്റു 360 ഡിഗ്രി. ഒരു സർക്കിൾ എന്താണ്? 360 ഡിഗ്രിയാണ് അതിൻ്റെ മൊത്തം ആംഗിൾ അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഓരോന്നിൻ്റെയും ഫ്രാക്ഷൻ കണ്ടിട്ട് ഇൻറ്റു 360 ഡിഗ്രി ചെയ്താൽ നമുക്ക് ആംഗിൾ കിട്ടി. അപ്പോൾ ആംഗിൾ ഫ്രാക്ഷൻ ഇൻറ്റു 360. ഫ്രാക്ഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്താൽ? ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ്? അത് താഴെതുകല്ലേ, ടോട്ടൽ 40 സ്റ്റുഡൻസ് ആണല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലേ ആകെ 40 കുട്ടികൾ, അതിൽ 20 കുട്ടികളാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നതില്ലേ. അപ്പോൾ 20ൻ്റെ ഫ്രാക്ഷനില്ലേ ഭിന്നസംഖ്യ എങ്ങനെയാണ്? 20/40 ഇൻറ്റു 360 ഡിഗ്രി അല്ലേ. ഇത് ചെയ്താലില്ലേ, ഇത് വെട്ടി ചെറുതാക്കിയിട്ട് നമുക്ക് ആംഗിൾ കിട്ടും. ഫ്രാക്ഷനിലെ ഭിന്നസംഖ്യ എങ്ങനെയാണ്? നമ്മൾ P/Q ഫോമിലല്ലേ ഇതല്ലേ. ടോട്ടൽ സ്റ്റുഡൻസ് താഴെതുക, അതിലെത്രയാണ്? 20 കുട്ടികളാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ 20ൻ്റെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 20/40 അല്ലേ ഇൻറ്റു 360 അല്ലേ. ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ ഫ്രാക്ഷൻ ഇൻറ്റു 360. അപ്പോൾ 15 കുട്ടികൾ നടന്നു പോകുന്നത്, വാക്ക് ചെയ്യുന്നവരുടെ ആംഗിൾ കാണാൻ എന്താണ്? ഫ്രാക്ഷൻ ഇൻറ്റു 360 അല്ലേ. 15 കുട്ടികൾ ടോട്ടൽ എത്രയാണ്? 40 കുട്ടികളിൽ 15 കുട്ടികളാണ് നടന്നു പോകുന്നത് ഇൻറ്റു 360 ഡിഗ്രി അല്ലേ. ഇനി 5 കുട്ടികൾ സൈക്കിൾ വഴിയാണ് പോകുന്നത്, 5 കുട്ടികൾ ടോട്ടൽ 40 കുട്ടികളിൽ 5 കുട്ടികൾ അല്ലേ ഇൻറ്റു 360. ആംഗിൾ കിട്ടാനുള്ള ഇക്വേഷനാണ് ഫ്രാക്ഷൻ ഇൻറ്റു 360. അപ്പോൾ ഇത് വെട്ടി ചെറുതാക്കിയിട്ട് ഇത് ചെയ്താൽ നമുക്കൊരു ആംഗിൾ കിട്ടും. ആ ആംഗിൾ എടുത്തിട്ട് ഓരോന്നും ആംഗിൾ കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് പൈ ചാർട്ടിലെ വൃത്തചിത്രം വരക്കാം. 20/40 ഇൻറ്റു 360. ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രിയാണ്. അതിൽ എത്ര ആംഗിൾസ് വരക്കണം എന്നുള്ളത് ഓരോന്നിൻ്റെ ആംഗിൾ കിട്ടിയാലും നമുക്ക് വരക്കാൻ കഴിയുകയുള്ളൂ. ഇതിൻ്റെ ആംഗിൾ കിട്ടാൻ 20/40 ഇൻറ്റു 360 ഡിഗ്രി. ഇതിൽ സീറോസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. മുകളിൽ നിന്നൊരു 0, താഴത്തുനിന്നൊരു 0. അപ്പോൾ ഇവിടെ 2/4 ഇൻറ്റു 360ന് നമുക്ക് എന്താണ്? 4 ഇൻറ്റു 90 ആണ് 360 അല്ലേ. 90യും 90യും ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. വീണ്ടും ഒരു 90 എടുക്കുമ്പോൾ 180 അല്ലേ. 180 + 180 ആണ് 360. അതായത് 4 ഇൻറ്റു 90 അല്ലേ. 4 തവണ 90 എടുക്കുന്നതാണ് 360 എന്ന് പറയുന്നത്. 4 ഗുണിക്കണം 90 അല്ലേ. 90 ഡിഗ്രി 4 തവണ ആക്കിയെടുക്കാം അല്ലേ. 360 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 90 ആണ്. അപ്പോൾ നമുക്ക് മുകളിലെ 4ൻ്റെ മൾട്ടിപ്ലൈ ആക്കി എഴുതിയാൽ നമുക്ക് മുകളിലെ 4 താഴെ ഒരു 4 അല്ലേ. ഒരേ സംഖ്യകൾ മുകളിലും താഴത്ത് വന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 2 ഇൻറ്റു 90 എന്താണ്? 90 2 തവണ എടുക്കുന്നത് 180 ആണല്ലേ. 180 ഡിഗ്രിയാണ്. അടുത്തത് 180 ഡിഗ്രി അല്ലേ. അപ്പോൾ 180 ഡിഗ്രി എന്ന് കിട്ടി. 15 ആളുകൾ നടന്നു പോകുന്നവരുടെ ആംഗിൾ ഡിഗ്രി കാണാൻ 15/40 ഇൻറ്റു 360 ഡിഗ്രി. അപ്പോൾ ഇവിടെ 0, മുകളിലൊരു 0യും താഴത്തൊരു 0യും അല്ലേ. അപ്പോൾ 2 സീറോസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് 36നെ നമുക്ക് എന്താക്കി എഴുതാം അല്ലേ. ഇവിടെ 4 ഉണ്ട്. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ 360യെ 4 ഇൻറ്റു 90 എന്ന് എഴുതി അല്ലേ. 36 എന്താണ്? 4 ഇൻറ്റു 9 ആണല്ലേ. 4 9 ആണ് 36 അല്ലേ. അപ്പോൾ 4 9 എന്ന് പറഞ്ഞിട്ട് എഴുതാം. 15 ഇൻറ്റു 9 ഇൻറ്റു 4 ആണ് 36 ഓൾ ഡിവൈഡഡ് ബൈ 4 അല്ലേ. ബൈ 4 360 ഡിഗ്രിന്ന് ഈ 0യും ക്യാൻസൽ ചെയ്യും. 36നെ നമുക്ക് 9 ഇൻറ്റു 4 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഒരു 4ഉം ഇവിടുന്ന് താഴത്തുനിന്ന് മുകളിൽ നിന്ന് 4 ക്യാൻസൽ ആയി. ഇനി 15 ഇൻറ്റു 9 എന്താണ്? 15 ഇൻറ്റു 9 മൾട്ടിപ്ലൈ ചെയ്തുമ്പോൾ ഗുണിച്ച് നോക്കുമ്പോൾ 135 എന്ന് കിട്ടും. അതായത് 135 ഡിഗ്രി. ഓക്കെ, ഈ ഡിഗ്രി നമ്മൾ ക്യാൻസൽ ചെയ്യുന്നില്ല അല്ലേ. 135 ഡിഗ്രി എന്ന് കിട്ടി. നെക്സ്റ്റ് സൈക്കിളിൽ പോകുന്നവർ 40 കുട്ടികളിൽ 5 കുട്ടികൾ, ടോട്ടൽ 40 കുട്ടികളിൽ 5 കുട്ടികളാണ് നടന്നു പോകുന്നത് അല്ലേ. 5/40 ഇൻറ്റു 360 ആംഗിൾ കാണാൻ ഇൻറ്റു 360 അല്ലേ. ടോട്ടൽ സർക്കിളിൻ്റെ ആംഗിൾ പറഞ്ഞാൽ 360 ആണ്. അപ്പോൾ നടന്നു പോകുന്നവരുടെ ആംഗിൾ കിട്ടാൻ ഫ്രാക്ഷൻ ഇൻറ്റു 360. അപ്പോൾ ഇവിടുന്ന് ഒരു 0യും താഴത്തുനിന്നൊരു 0യും വിട്ടാം. സെയിം മെത്തേഡിലെ നമുക്ക് 36നെ 9 ഇൻറ്റു 4 എന്ന് എഴുതാം അല്ലേ. താഴെ 4 ഉണ്ടാകുമ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് 4ൻ്റെ മൾട്ടിപ്പിൾസ് ആക്കില്ലേ. 9 ഇൻറ്റു 4 ആണ് 36 അല്ലേ. 5 ഇൻറ്റു 36നെ നമുക്ക് എന്ത് എഴുതാം? 9 ഇൻറ്റു 4 എന്ന് എഴുതാം അല്ലേ. 9 ഇൻറ്റു 4 ഓൾ ഡിവൈഡഡ് ബൈ 4. അപ്പോൾ 4ഉം ക്യാൻസൽ ചെയ്യാം. വെട്ടുമ്പോൾ 5 ഇൻറ്റു 9 എത്രയാണ്? 5 9 45 ആണ് അല്ലേ. 5 9 45 ഡിഗ്രി അല്ലേ. 45 ഡിഗ്രി അല്ലേ. ഈ ഡിഗ്രി നമ്മൾ ഇവിടുന്ന് ക്യാൻസൽ ചെയ്യുന്നില്ല
അല്ലേ? ഈ ഡിഗ്രി ഇവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ കിട്ടുന്ന ആൻസർ ആ ഡിഗ്രി ആയിരിക്കും. ആംഗിൾ കാണാനാണ് നമ്മൾ ഈ ഇക്വേഷൻ ചെയ്തത് അല്ലേ? അപ്പോൾ നമുക്ക് 3 ആംഗിൾസും കിട്ടി അല്ലേ? ഒരു സർക്കിളിൽ ഒരു വൃത്തം വരച്ചിട്ട് പ്രൊട്ടാക്ടറിൽ 180 ഡിഗ്രി, 135 ഡിഗ്രി, 45 ഡിഗ്രി അല്ലേ? ഈ 3 ആംഗിൾസും നമ്മൾ അളന്ന് വരച്ചാൽ നമുക്ക് അതിൻ്റെ പൈ ചിത്രം അല്ലേ, വൃത്തചിത്രം കിട്ടി. നമുക്ക് വൃത്തചിത്രം അല്ലേ, ഒരു പൈ ചാർട്ട് വരക്കാൻ ഒരു സർക്കിൾ വേണം അല്ലേ? ഒരു വൃത്തം വരക്കുക. ഈ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു ലൈൻ എങ്ങോട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് വരക്കാം, ഇങ്ങോട്ട് എവിടേക്കെങ്കിലും ഒരു ലംബം, ഒരു വര വരക്കുക. അപ്പോൾ ഞാനിവിടെ സെൻറ്ററിൽ നിന്നും മുകളിലേക്ക് ഒരു വര വരച്ചിട്ടുണ്ട്. നമുക്ക് ആംഗിൾ മെഷർ ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയ ആംഗിൾസ് 180 ഡിഗ്രി, 135 ഡിഗ്രി, 45 ഡിഗ്രി അതൊക്കെ മെഷർ ചെയ്യുക. പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്തിട്ട് ആംഗിൾ മെഷർ ചെയ്യുക. സർക്കിളിൻ്റെ സെൻറ്ററിലെ നടുവിൽ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്ററും അതേപോലെ പ്രൊട്രാക്ടറിൻ്റെ 0 സർക്കിളിൻ്റെ ഈ ലൈനിലേ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ വെക്കുക. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാണ്. ദെൻ 10, 20, 30, 40, 90, 180 ഇവിടെയാണ് 180 നിൽക്കുന്നത്. അതായത് സർക്കിളിൻ്റെ അവിടെ ഒരു പോയിന്റിലെ ഒരു ബിന്ദു മാർക്ക് ചെയ്യുക. 180 ഡിഗ്രി അല്ലേ? ഇവിടെയാണ് 180 ഉള്ളത്. 170, 160 കണ്ടോ? ഇതാണ് 180. അതായത് ഒരു സർക്കിളിൻ്റെ നേർപകുതിയാണ് 180 ഡിഗ്രി എന്ന് പറയുന്നത്. 2 180 ആയ 360 ഡിഗ്രി അല്ലേ? മൊത്തം ഒരു സർക്കിളിൻ്റെ ആംഗിൾ 360 ഡിഗ്രിയാണ്. അതിൻ്റെ നടുവാണ് ഒരു സർക്കിളിൻ്റെ സെൻറ്ററിലെ പകുതി ഭാഗമാണ് 180 ഡിഗ്രി അല്ലേ? നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. അപ്പോൾ നടുവിൽ വെച്ചിട്ട് പ്രൊട്രാക്ടറിൻ്റെ പകുതിയില്ലേ, പ്രൊട്രാക്ടർ ഒരു ഫുൾ പ്രൊട്രാക്ടറിൻ്റെ അളവാണ് 180 ഡിഗ്രി എന്ന് പറയുന്നത്. 180 ഡിഗ്രി മെഷർ ചെയ്തിട്ട് 180 ഡിഗ്രിയില്ലേ? അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് 180 ഈ പകുതി ഭാഗമാണ് 180 ഡിഗ്രി എന്ന് പറയുന്നത്. ഇവിടേക്ക് ഒരു വര വരക്കുക. അതുമാണ് 180 ഡിഗ്രിയിലെ 180 ഡിഗ്രി. അതായത് സ്കൂൾ ബസ്സിൻ്റെ 20 കുട്ടികൾ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അതാണ് ആംഗിൾ കിട്ടിയത് 180 ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ സർക്കിളിൻ്റെ നേർപകുതി ഭാഗമാണ് 180 ഡിഗ്രി. അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് ഒരു യെല്ലോ കളറോ അല്ലെ ഏതെങ്കിലും ഒരു കളർ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ബസ് എന്ന് ഡിനോട്ട് ചെയ്യാം. നടന്നു പോകുന്നല്ലേ, വാക്ക് ചെയ്യുന്നത് 15 കുട്ടികളുടെ ആംഗിൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 135 ഡിഗ്രിയിലെ. അപ്പോൾ നമ്മുടെ വൃത്തത്തിൻ്റെ നടുവിൽ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ചിട്ട് 0 എങ്ങനെയാണ് നമ്മൾ വരച്ച വരയിലെ തൊടുന്ന രീതിയിൽ വെച്ചിട്ട് 180 ഡിഗ്രിയാണ് ഇവിടെ വരെ. നെക്സ്റ്റ് ഇവിടുന്ന് തൊട്ടിട്ട് നമ്മൾ എന്താണ് നെക്സ്റ്റ് നമ്മുടെ ഡിഗ്രി എത്രയാണ്? 135 ആണല്ലേ? 135 ഡിഗ്രിയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. 110, 120, 130, 135 അല്ലേ? 140ൻ്റെയും 130ൻ്റെ ഇടയിലുള്ള ഈ ലൈനാണ് 135. അപ്പോൾ ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു വര വരക്കുക. അതാണ് 135 ഡിഗ്രി. 135 മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടുന്ന് സ്കെയിൽ വെച്ചിട്ട് ഇങ്ങോട്ടൊരു വര, സെൻറ്ററിലേക്ക് സർക്കിളിൻ്റെ നടുവിലേക്ക് വര വരക്കുക. അപ്പോൾ ഇതെന്താണ്? 135 ഡിഗ്രിയാണ്. ഈ ആംഗിൾ എന്ന് പറയുന്നത് 135 ഡിഗ്രിയാണ്. നമ്മൾ ഇവിടുന്ന് തൊട്ട് ആംഗിൾ മെഷർ ചെയ്തു. നെക്സ്റ്റ് ഇനി എന്താണ്? സൈക്കിളിൽ പോകുന്നവർ 45 ഡിഗ്രിയാണല്ലേ? 45 ഡിഗ്രി. അപ്പോൾ ഈ ഒരു പോർഷൻ 45 ഡിഗ്രി ആയിരിക്കും അല്ലേ? എല്ലാം കൂടി കൂട്ടിയാൽ 360 ഡിഗ്രി ആവണം അല്ലേ? അപ്പോൾ 135, 45 ഡിഗ്രി. ഈ ഡിഗ്രി എന്തായിരിക്കും? 45 ഡിഗ്രിയാണ്. 135, 45 180 അല്ലേ? ഒരു സർക്കിളിൻ്റെ പകുതി ഭാഗം 180 ബാക്കി പകുതി 180 അല്ലേ? ടോട്ടൽ 360 ഡിഗ്രി ആയില്ലേ? ട്രാക്ടർ സെൻറ്റർ ഇവിടെ 0-ൽ ടച്ച് ചെയ്യുന്നിടത്ത് നമ്മൾ വരച്ച വരയിൽ ടച്ച് ചെയ്യുക. എന്നിട്ട് വരക്കുമ്പോൾ 45 അല്ലേ? 40, 45 അല്ലേ? 45-ലാണുള്ളത്, 45 ആയിരിക്കും. 35 ഡിഗ്രി അല്ലേ? വാക്ക് നടക്കുന്നവർ. ബാക്കിയുള്ളത് ഏതാണ്? ബൈസൈക്കിൾ. ഓരോന്നും മാർക്ക് ചെയ്യില്ല. 45 ഡിഗ്രി സൈക്കിൾ, ബൈസൈക്കിൾ, നടക്കുന്നവർ, വാക്ക് 135 ഡിഗ്രി. ഓരോന്നിനും നിങ്ങൾക്ക് ഓരോ കളർ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ? ബസ്സിന് യെല്ലോ കളർ ഇല്ലേ? ഇതിന് ഗ്രീൻ കളർ അല്ലേ? ബൈസൈക്കിളിന് ഗ്രീൻ ഇല്ലേ? ബ്ലൂ കളറൊക്കെ കൊടുത്തിട്ട് ഓരോന്നും മെൻഷൻ ചെയ്യുക അല്ലേ? നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. ഇൻ എ ക്ലാസ് 25% ഗോട്ട് എ ഗ്രേഡ് ഇൻ എ മാത്ത് ടെസ്റ്റ്, 40% ഗോട്ട് ബി ഗ്രേഡ്, 20% ഗോട്ട് സി ഗ്രേഡ് ആൻഡ് ദി റിമൈനിങ് ഡി ഗ്രേഡ്. ഡ്രോ എ പൈ ചാർട്ട് ഷോയിങ് ദിസ്. ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ 25% പേർക്ക് കണക്ക് പരീക്ഷയിൽ എ ഗ്രേഡും, 40% പേർക്ക് ബി ഗ്രേഡും, 20% പേർക്ക് സി ഗ്രേഡും അല്ലെ? ബാക്കിയുള്ളവർക്ക് ഡി ഗ്രേഡ്, റിമൈനിങ് ഡി ഗ്രേഡ് കിട്ടി. ഈ വിവരങ്ങൾ കാണിക്കുന്ന വൃത്തചിത്രം വരക്കുക അല്ലേ? ഈ വിവരങ്ങൾ കാണിക്കുന്ന പൈ ചാർട്ടാണ് വരക്കേണ്ടത്. എ ഗ്രേഡ് കിട്ടിയത് 25%, അതിൻ്റെ ആംഗിൾ കാണണം അല്ലെ? ബി ഗ്രേഡ് കിട്ടിയ 40%ൻ്റെ ആംഗിൾ കാണണം. സി ഗ്രേഡ് കിട്ടിയവരുടെ 20% ആണല്ലേ? അപ്പോൾ അതിൻ്റെ എന്താണ്? അതിൻ്റെ ആംഗിൾ കാണണം അല്ലേ? ബാക്കിയുള്ളവരെന്താണ്? ഡി ഗ്രേഡ് ആണ്. ടോട്ടൽ 100% ആണ് ഉണ്ടാവുക അല്ലേ? ഇതെല്ലാം കൂട്ടിയിട്ട് ബാക്കി എത്ര ഉണ്ട്? അത് അവർക്ക് എല്ലാവർക്കും ഡി ഗ്രേഡ് ആണ്. ആംഗിൾ കണ്ടിട്ട് ആ ആംഗിൾ കണ്ടാലല്ലോ നമുക്ക് വൃത്തചിത്രം പൈ ചാർട്ട് വരക്കണമെങ്കിൽ ആംഗിൾ കാണണം. ആംഗിൾ കണ്ടിട്ട് പൈ ചാർട്ട് വരക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ ഗ്രേഡ് കിട്ടിയവർ 25% അല്ലേ? പെർസെൻറ്റേജ് കുട്ടികളാണ്. ബി ഗ്രേഡ് കിട്ടിയത് 40%. സി ഗ്രേഡ് കിട്ടിയാൽ 20% ആണല്ലേ? ടോട്ടൽ എത്ര ശതമാനത്തിലാണ് നമ്മൾ പെർസെൻറ്റേജ് പറയൽ അല്ലേ? 100% അല്ലേ? 100%ലാണ് പറയാറ്. അപ്പോൾ ഇത്രയും പോർഷൻസ് എത്രയായി? 40, 20, 25, 45 അല്ലേ? 45% പ്ലസ് 40 85% ആയി അല്ലേ? 85-ലേക്ക് 85 പ്ലസ് 15 അല്ലേ? 100. അപ്പോൾ ഡി ഗ്രേഡ് കിട്ടിയവർ ബാക്കിയുള്ള കുട്ടികൾ പറഞ്ഞാൽ ബാക്കിയുള്ള 15% കുട്ടികൾക്കാണ് ഡി ഗ്രേഡ് കിട്ടിയത് അല്ലേ? ടോട്ടൽ 100 ആണ്. 100-ൽ നിന്നും 85 മൈനസ് ചെയ്താൽ ബാക്കി 15 ആണുള്ളത്. അപ്പോൾ 15 കുട്ടികൾക്കല്ലേ? ബാക്കിയുള്ള കുട്ടികളല്ലേ? ടോട്ടൽ 100 കിട്ടണം അല്ലേ? ആകെ നമ്മൾ പെർസെൻറ്റേജ് ശതമാനം പറയും 100% വിജയം അല്ലേ? കുട്ടികൾ എക്സാമിന് ജയിക്കുന്നത് 100% അല്ലേ? അങ്ങനെയാണ് പറയാറ്. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് 85 കിട്ടി. 85ഉം 15ഉമാണ് 100. അപ്പോൾ ഡി ഗ്രേഡ് കിട്ടിയവർ 15% ആയിരിക്കും. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജിനെ നമ്മളെങ്ങനെയാണ് പെർസെൻറ്റേജ് കാണാൻ ബൈ 100 ആണല്ലേ? 25% അല്ലേ? 25/100 അല്ലേ? ആംഗിൾ കിട്ടണം നമുക്ക് പൈ ചാർട്ട് വൃത്തചിത്രം വരക്കാൻ. അപ്പോൾ ആംഗിൾ കാണാൻ ഫ്രാക്ഷൻ ഇൻറ്റു 360. ഫ്രാക്ഷൻ എത്രയാണ്? 25 ബൈ എത്രയാണ്? ടോട്ടൽ 100 ആണല്ലേ? ഇൻറ്റു 360 ഡിഗ്രി. ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ഡിഗ്രി 360.
ഇത് കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതിൻ്റെ ആംഗിൾ കിട്ടി. ഇതിൻ്റെത് 40%ൻ്റെ 40/100 അല്ലേ, 40 ടോട്ടൽ 100 ഇൻറ്റു 360 ഡിഗ്രി, 20/100 ഇൻറ്റു 360 ഡിഗ്രി, 15% 15/100 അല്ലേ, ടോട്ടൽ 100 ആണ് ഇൻറ്റു 360 ഡിഗ്രി. അപ്പോൾ ഇതെല്ലാം നമുക്ക് വെട്ടി ചെറുതാക്കിയിട്ട് കിട്ടുന്ന ആൻസർ നമുക്ക് ആംഗിൾ കിട്ടിയില്ലേ. ഓരോ ആംഗിളും കിട്ടിയാൽ നമുക്ക് പൈ ചാർട്ട് വരക്കാം, അടുത്ത ചിത്രം വരക്കാം. ഇവിടെ 25/100 ഇൻറ്റു 360 ഡിഗ്രി അല്ലേ, ഇതിനെ നമുക്ക് എങ്ങനെ വെട്ടി ചെറുതാക്കാൻ 25 ഇൻറ്റു 360 നമ്മൾ പറഞ്ഞു 4 ഇൻറ്റു 90 ഡിഗ്രി ആണ് അല്ലേ, 4 ഗുണിക്കണം 90 ഡിഗ്രി അല്ലേ, 4 90 എടുക്കുന്നതാണ് 360 അല്ലേ, 290 ആണ് 180 അല്ലേ, 490 ആണ് 360. 360ന് 4 ഇൻറ്റു 90 എന്ന് എഴുതാം. അതുപോലെ 100ന് 4ൻ്റെ ടേംസിൽ എങ്ങനെ എഴുതാം, എന്നാലല്ലേ നമുക്ക് വെട്ടി പോകാൻ കഴിയുള്ളൂ. 4 ഇൻറ്റു എത്രയാണ് 100, 4 ഇൻറ്റു 25 അല്ലേ, 25 2 തവണ എടുക്കുന്നത് 50 ആണ് അല്ലേ, 25 4 തവണ എടുക്കുന്നത് 100. 100നെ 4 ഭാഗമാക്കിയാൽ 25 അല്ലേ, 2 ഭാഗമാക്കിയാൽ അതിൻ്റെ പകുതി 50 ആണ്. അപ്പോൾ 4 ഭാഗമാക്കുമ്പോൾ നമുക്ക് 25 25 എന്ന് കിട്ടും. അപ്പോൾ 4 ഇൻറ്റു 25 രണ്ടിന് 4ൻ്റെ മൾട്ടിപ്പിൾസ് ആക്കിയത് കാരണം നമുക്ക് 4ഉം 4ഉം ക്യാൻസൽ ചെയ്യാം. അതേപോലെ മുകളിൽ 25 ഉണ്ട്, താഴെ 25 അല്ലേ, മുകളിൽ 25 ഉണ്ടായതുകൊണ്ട് നമുക്ക് 100നെ 25ൻ്റെ ടേംസിലാക്കാം. എന്നാൽ നമുക്ക് വെട്ടിപ്പോയാൽ നെക്സ്റ്റ് എന്താണ് 90 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി അല്ലേ, 90 ഡിഗ്രി എന്ന് നമുക്ക് സിമ്പിളായിട്ട് കിട്ടി. അപ്പോൾ വെട്ടി ചെറുതാക്കാൻ കഴിയുന്നത് മുകളിലുള്ള ടേംസിൻ്റെ അതേ രീതിയിൽ നമുക്ക് താഴെയുള്ള നമ്പറിൻ്റെ മൾട്ടിപ്പിൾസ് ആക്കിയല്ലേ. 25 ഇൻറ്റു എത്രയാണ് 100, 25 ഇൻറ്റു 4 ആണ് അല്ലേ. മുകളിൽ നമുക്കറിയാം 360 ഡിഗ്രി 4 ഇൻറ്റു 90 ആണ്. അപ്പോൾ നമുക്ക് 25ഉം 4ഉം ഒക്കെ ക്യാൻസൽ ചെയ്താൽ 90 മാത്രമേ ബാക്കി ഉണ്ടാവും. നമുക്ക് 90 ഡിഗ്രി 90 ഡിഗ്രി എന്ന് കിട്ടി. 40/100 ഇൻറ്റു 360 ഡിഗ്രി. ഇവിടെ 2 0 അല്ലേ, എവിടെയും ഉണ്ട്, മുകളിലും ഉണ്ട്. അപ്പോൾ സീറോസ് എല്ലാം ക്യാൻസൽ ചെയ്യാം. സീറോസ് എല്ലാം ക്യാൻസൽ ചെയ്താൽ ഇവിടെ 1 ഉള്ളേ, 4/1 4 തന്നെയാണ്. 4 ഇൻറ്റു 36 എത്രയാണ്, 36 ഇൻറ്റു 4 അല്ലേ, ഗുണിച്ച് നോക്കുക. 36 ഗുണിക്കണം 4 എത്രയാണ്, 144 ആണ്. ഗുണിച്ച് നോക്കുമ്പോൾ 144 ഡിഗ്രി അല്ലേ. അപ്പോൾ 144 ഡിഗ്രി എന്ന് നമുക്ക് ഇതിൻ്റെത് കിട്ടി. നെക്സ്റ്റ് 20/100 ഇൻറ്റു 360 ഡിഗ്രി. 0 ഇവിടെയും താഴെയുണ്ട്, മുകളിലും താഴെ അല്ലേ. അപ്പോൾ സീറോസ് എല്ലാം ക്യാൻസൽ ചെയ്താൽ 2/1 2 തന്നെയാണ്. 2 ഇൻറ്റു 36 എത്രയാണ്, 36 2 തവണ കൂട്ടി നോക്കുക അല്ലേ. 36 ഇൻറ്റു 2 എത്രയാണ്, മൾട്ടി ഗുണിച്ച് നോക്കുമ്പോൾ 72 എന്ന് കിട്ടി. അപ്പോൾ 72 ഡിഗ്രി എന്ന് കിട്ടി, 72 ഡിഗ്രി. നെക്സ്റ്റ് 15/100 ഇൻറ്റു 360 ഡിഗ്രി. ഇവിടെയുള്ള ഒരു 0യും മുകളിലുള്ള 0യും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 15 10 എന്താണ്, 5ൻ്റെ ഗുണിതങ്ങളാണല്ലേ, 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ എളുപ്പത്തില്ലേ, 5ൻ്റെ ടേംസിൽ ചെയ്താൽ 5ഉം 5ഉം ക്യാൻസൽ ചെയ്യാം അല്ലേ. അപ്പോൾ 15 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 5 ആണല്ലേ, 3 5 15 ആണ്. 10 എന്താണ്, 2 5 ആണ് 10 അല്ലേ, 2 ഗുണിക്കണം 5 ആണ് 10. 36 എന്നാൽ 2 ഇൻറ്റു 18 ആണ് 36 അല്ലേ, 2 ഗുണിക്കണം 18 അല്ലേ, 18ഉം 18ഉം കൂട്ടുമ്പോഴാണ് 36 കിട്ടുന്നത്. അപ്പോൾ 2 ഇൻറ്റു 18 എന്ന് എഴുതാം. നമുക്ക് 5ഉം 5ഉം ക്യാൻസൽ ചെയ്യാം, മുകളിലുള്ള 2ഉം താഴെയുള്ള 2ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 3 ഇൻറ്റു 18 എത്ര വരും, 3 ഇൻറ്റു 18 54 ഡിഗ്രി അല്ലേ, 54 ഡിഗ്രി എന്ന് കിട്ടി അല്ലേ. നമുക്ക് എന്താണ് വെട്ടി പോകാൻ വേണ്ടിയിട്ട് അല്ലേ, 5ൻ്റെ മൾട്ടിപ്പിൾസ് ആക്കി എഴുതി. താഴെ 2 ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 2 ക്യാൻസൽ ചെയ്യാൻ. 36ന് 2 ഇൻറ്റു 18 എന്ന് എഴുതി. 2 തവണ 18 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ 2ഉം 5ഉം ഒക്കെ ക്യാൻസൽ ചെയ്യാം. 3 ഇൻറ്റു 18 ഗുണിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് 54 എന്ന് കിട്ടും, 54 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഡിഗ്രീസ് ഓരോ ആംഗിൾസും കിട്ടി അല്ലേ, ആംഗിൾസ് ഡിഗ്രി കിട്ടി. ഇനി പ്രൊട്ടക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി എടുക്കുക അല്ലെ, ഒരു സർക്കിൾ വെച്ചിട്ട് ഓരോ ആംഗിൾസും അല്ലേ, അപ്പോൾ ഈ പെർസെൻറ്റേജിൻ്റെ ഒക്കെ ആംഗിൾസ് വരക്കുക. അപ്പോൾ നമുക്ക് പൈ ചാർട്ട് വൃത്ത ചിത്രം കിട്ടി. ഓരോ ഡിഗ്രീസിലെ ഓരോ ആംഗിൾസും നമ്മൾ ഇതിൽ അളക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു വൃത്തം അല്ലേ, പൈ ചാർട്ടിന് എന്താണ് ഒരു സർക്കിളാണ് വരക്കേണ്ടത്. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മളൊരു ലൈൻ വരക്കുക അല്ലേ, സെൻറ്ററിൽ നിന്നും ഒരു ലൈന് ഏതെങ്കിലും ഒരു വര, ഇവിടെ നിന്ന് ഇങ്ങനെ സെൻറ്ററിൽ എവിടേക്ക് വേണമെങ്കിലും ഒരു വര വരക്കാം. അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ ആംഗിൾസിലെ 90 ഡിഗ്രി ഓരോ ആംഗിൾസും മെഷർ ചെയ്യണം. എന്നിട്ട് ഒരു വര വരച്ചതിൻ്റെ അവിടെ നിന്ന് സെൻറ്ററിൽ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെക്കുക. 0യിൽ പ്രൊട്രാക്ടറിൻ്റെ ആ 0ൻ്റെ അവിടെ ലൈനിലെ ഒറ്റ അങ്ങനെ വെച്ചിട്ട് 90 ഡിഗ്രി എവിടെയാണ് അല്ലേ, ഫസ്റ്റത്തെ നമ്മളെ എ ഗ്രേഡ് കിട്ടിയത് 90 ഡിഗ്രി ആണല്ലേ. എ ഗ്രേഡ് 25% എന്ന് പറഞ്ഞാൽ എത്രയാണ്, അതിൻ്റെ ആംഗിൾ 90 ഡിഗ്രി ആണ്. അതാണ് ഇവിടെയുള്ള 90 അല്ലേ. 180ൻ്റെ നേർപകുതി, അതായത് ഒരു പ്രൊട്രാക്ടറിൻ്റെ കാൽഭാഗം അല്ലേ, പ്രൊട്രാക്ടറിൻ്റെ പകുതി 180 ആണ് ഫുള്ള്, അതിൻ്റെ നേർപകുതി 90 ആണ്. അപ്പോൾ ഇവിടെ ഒരു മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 90 ഡിഗ്രിയിലെ ഇവിടുന്ന് ഇങ്ങോട്ട് സ്കെയിൽ വെച്ചിട്ട് ഒരു വര വരക്കുക. അപ്പോൾ ഇതാണ് 90 ഡിഗ്രി. ഈ ആംഗിളാണ് 90 ഡിഗ്രി അല്ലേ, 90 ഡിഗ്രി. എ ഗ്രേഡ് കിട്ടിയവരതാണ് 90 ഡിഗ്രി ആംഗിൾ. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കളർ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കാം. നെക്സ്റ്റ് നിങ്ങൾ അല്ലേ ഈ 90 ഡിഗ്രീൻ്റെ അവിടെ നിന്നാണ് പ്രൊട്രാക്ടർ വെക്കേണ്ടത് അല്ലേ. 0 അതിൻ്റെ എൻഡിലും അല്ലേ, പ്രൊട്രാക്ടറിൻ്റെ സെൻറ്ററിൽ നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്ററിലും ആക്കി വെക്കുക. എന്നിട്ട് നെക്സ്റ്റ് എത്രയാണ്, 144 ഡിഗ്രിയാണ് ബി ഗ്രേഡ് കിട്ടിയത് അല്ലേ. 40% എന്ന് പറഞ്ഞാൽ 144 ഡിഗ്രിയാണ്. അപ്പോൾ 144 ഡിഗ്രി മാർക്ക് ചെയ്യുക അല്ലേ. 130 ഇതാ ഇവിടെ 140 144 അല്ലേ, 145 ആണ് ഈ ലൈന് അല്ലേ. അതിൻ്റെ തൊട്ട് മുന്നതുള്ളതാണ് 144 അല്ലേ. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുക, എന്നിട്ടൊരു വര വരക്കുക. അതാ ഇങ്ങനെ വെച്ചിട്ട് ഇതാ 144 അല്ലേ, 140 45ൻ്റെ തൊട്ട് മുന്നുള്ള ലൈൻ 144 ഡിഗ്രി. എന്താണ് ബി ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണമാണ്. നെക്സ്റ്റ് നമുക്ക് സി ഗ്രേഡ് കിട്ടിയത് 20% എന്ന് പറയുന്നത് 72 ആണ്, 72 ഡിഗ്രി. നെക്സ്റ്റ് നമ്മൾ അളക്കേണ്ടത് ഈ കിട്ടിയ ഡിഗ്രി 144 ഡിഗ്രി കിട്ടിയ ആ വരയിൽ നിന്നുമാണ് നെക്സ്റ്റ് ആംഗിൾ മെഷർ ചെയ്യേണ്ടത് അല്ലേ. സെൻറ്ററിൽ വെക്കുക. പ്രൊട്രാക്ടറിൻ്റെ 0 ഈ ലൈനിൻ്റെ ഈ അറ്റത്തും അല്ലേ, പ്രൊട്രാക്ടറിൻ്റെ സെൻറ്ററിൽ സർക്കിളിൻ്റെ സെൻറ്ററിലും ആക്കി വെക്കുക അല്ലേ. 144 കിട്ടിയ സ്ഥലത്ത് നിന്നും വെക്കുക. എന്നിട്ട് നെക്സ്റ്റ് എത്രയാണ്, 72 ഡിഗ്രി ആണല്ലേ. 72 ഇതാ 60 70 12 അല്ലേ, 72 എന്നുള്ള ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരക്കുക അല്ലേ, 72. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു ലൈൻ വരച്ചാൽ അത് 72 ഡിഗ്രി എന്ന് കിട്ടി.
അപ്പോൾ ഇതാ 144 ഇവിടുന്ന് 72 അല്ലേ, 70 കഴിഞ്ഞിട്ട് 2 പോയിൻ്റ് അല്ലേ, 72 മാർക്ക് ചെയ്ത് വരച്ചാൽ നമുക്ക് 72 ഡിഗ്രി കിട്ടി. നെക്സ്റ്റ് നമ്മൾ 72 ഡിഗ്രി കഴിഞ്ഞിട്ട് അടുത്ത ലൈനാണ് നെക്സ്റ്റ് മെഷർ ചെയ്യേണ്ടത് അല്ലേ. 0 ടച്ച് ചെയ്യുന്ന രീതിയിൽ പ്രൊട്ടക്ടർ വെക്കുക, സെൻറ്റർ വെക്കുക. നെക്സ്റ്റ് എത്രയുണ്ട്? 54 അല്ലേ, കറക്റ്റ് 54 ആയിരിക്കും അല്ലേ. ഈ ആംഗിൾസ് എല്ലാം ടോട്ടൽ 360 ആയിരിക്കും. അപ്പോൾ 3 ആംഗിൾസ് കിട്ടിയാൽ ബാക്കിയുള്ളത് എന്തായിരിക്കും? 4ാമത്തെ ആംഗിളിലെ 54 ഡിഗ്രി ആയിരിക്കും ഡി ഗ്രേഡ് കിട്ടിയവരുടെ കുട്ടികളുടെ എണ്ണം. അപ്പോൾ ഓരോ ആംഗിൾസിലെ നമ്മൾ വൃത്തം വരക്കാൻ അതാണ് ആംഗിൾസ് കിട്ടണം. നല്ല പൈ ചാർട്ടിലെ വൃത്തചിത്രം വരക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആംഗിൾസ് കണ്ടുപിടിക്കുക, എന്നിട്ട് അത് വരക്കുക. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പാർട്ട് 2 വേണമെന്നുള്ള കമൻറ്റ് കണ്ടിട്ടാണ് വേഗം ഇങ്ങനെ വരക്കേണ്ടതാകുമ്പോൾ നമ്മൾ ക്യാമറയിൽ വീഡിയോ എടുക്കുകയും വേണം, വരക്കുകയും വേണം. അപ്പോൾ ഒരു ഹാൻഡ് കൊണ്ട് ഒരു കൈ കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്, മറ്റൊരു കൈ കൊണ്ടാണ് ഇത് വരക്കുകയും ചെയ്യുന്നത് അല്ലെ. അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഈ വീഡിയോക്ക് ഉണ്ടാവും അല്ലെ. നിങ്ങളത് മനസ്സിലാക്കി ചെയ്യുക അല്ലെ. ഓരോ ആംഗിൾസ് ഞാൻ കാണിച്ചിട്ടാണ് വരച്ചത്. ഇംഗ്ലീഷിലാണ് ഓരോന്ന് എഴുതിയതെങ്കിലും ഓരോന്നിൻ്റെ മലയാളം അല്ലേ, ഗ്രേഡിലെ ഇതൊക്കെ എന്താണ്? മാത്സ് അല്ലേ. ആംഗിൾ കാണാൻ ഭിന്നരൂപം ഇൻറ്റു 360 എല്ലാം മലയാളത്തിൽ തന്നെയാണ് പറയുന്നത് അല്ലേ. നിങ്ങൾക്ക് മാത്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു.